ജനം തക്കതായ തിരിച്ചടി കൊടുത്തിട്ടും മോദി പഠിക്കാൻ തയ്യാറാകുന്നില്ല. മോദിയുടെ നിർലജ്ജമായ കളികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ സർവ്വ അനുയോജ്യമായ കീഴ്വഴക്കങ്ങളും തെറ്റിച്ചുകൊണ്ട് പ്രോടൈം സ്പീക്കറെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്നലെ മനോരമയുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, വർഷങ്ങളായി തുടർന്നുകൊണ്ടിരുന്ന കീഴ്വഴക്കമനുസരിച്ച് കോടിക്കുന്നിൽ സുരേഷിനെ ലോക്സഭാ പ്രോടൈം സ്പീക്കറായി തെരഞ്ഞെടുത്തു എന്നും പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം രാഷ്ട്രപതിയുടെ മുൻപിൽ പ്രോടൈം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും. എന്നാൽ എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തതെന്ന് അറിയില്ല. ഇന്നിതാ ലേറ്റസ്റ്റ് ആയി കൺഫർമേഷൻ വന്നിരിക്കുന്നു. പ്രോടൈം സ്പീക്കറായി തെരഞ്ഞെടുത്തത് വർഷങ്ങളായുള്ള കീഴ്വഴക്കമനുസരിച്ച് ലോക്സഭയിലെ ഏറ്റവും സീനിയർ മെമ്പറായ കൊടിക്കുന്നിൽ സുരേഷിനെ അല്ല, മറിച്ച് BJP MP ഭർതൃഹരി മഹ്താബിനെ ആണ് എന്ന്. കൊടിക്കുന്നിൽ സുരേഷും BJPയുടെ വീരേന്ദ്രകുമാറും 8 ടൈം MP-മാരാണ്. എന്നാൽ വീരേന്ദ്രകുമാറിനെ മന്ത്രിയായി തെരഞ്ഞെടുത്തതിനാൽ കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു പ്രോടൈം സ്പീക്കർ ആകേണ്ടിയിരുന്നത്. ഇപ്പോൾ പ്രോടൈം സ്പീക്കറായി നിയമിച്ചിരിക്കുന്ന ഭർതൃഹരി ഒഡീഷയിൽ നിന്നുള്ള 7 ടൈം MP മാത്രമാണ്. 6 പ്രാവശ്യം BJDയുടെ MP ആയിരുന്ന അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലാണ് BJPയിൽ ചേർന്നത്. ഇതിനെതിരെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് പറഞ്ഞത് കേട്ടോളൂ. അതുപോലെ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പാർലമെന്ററി കീഴ്വഴക്കങ്ങളെ നശിപ്പിച്ചുകൊണ്ട് സീനിയർ മോസ്റ്റ് ആയ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോടൈം സ്പീക്കറായി നിയമിക്കാതെ BJP-കാരനായ ഭർതൃഹരിയെ പ്രോടൈം സ്പീക്കറായി നിയമിച്ചിരിക്കുകയാണ്. സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതുവരെ പാർലമെന്റ് നടത്തിപ്പിന്റെ ചുമതല ഏറ്റവും സീനിയർ മെമ്പർ നടത്തുക എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടാത്ത കീഴ്വഴക്കമായിരുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ മറികടന്ന് ഇപ്പോൾ അതിലും ജൂനിയറായ BJP MP-യെ തിരഞ്ഞെടുത്തത് എന്ന് സർക്കാർ വ്യക്തമാക്കണം. മെറിറ്റും സീനിയോറിറ്റിയും പരിഗണിക്കാതെയുള്ള ഈ തീരുമാനത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന്. മറ്റു ചിലർ ചോദിച്ചിരിക്കുന്നത് പട്ടികജാതിക്കാരനായതിനാലാണോ കൊടിക്കുന്നിൽ സുരേഷിനെ അവഗണിച്ചത് എന്നാണ്. എല്ലാ മര്യാദകളെയും ശരിയായ കീഴ്വഴക്കങ്ങളെയും ലംഘിക്കാൻ മോദിക്ക് ഒരു മടിയുമില്ല എന്നാണ് ഇത് തെളിയിക്കുന്നതെന്നും ചിലർ പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പായിരുന്നു, എല്ലാ മര്യാദകളും ലംഘിക്കാൻ മോദിക്ക് ഒരു മടിയുമില്ല. ജനം ശക്തമായ മറുപടി കൊടുത്തിട്ടും മോദി ഒരിക്കലും പഠിക്കുകയില്ല.